രണ്ട് ഓപ്ഷനേ എൻ്റെ മുന്നിലുള്ളൂ. ഒന്നുകിൽ കുട്ടി ഈ ട്രീറ്റ്മെൻറ്റിലൂടെ രക്ഷപ്പെട്ടു വരും, അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി സമാധിയായി പോകും. ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിലുള്ള ഇതിനു മുമ്പ് 2 കേസേ വന്നിട്ടുണ്ട്. കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നീരായിരിക്കും. ICUയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും എന്നെ വിളിച്ചു, ഗുരുജി അവർ ICUയിലേക്ക് കൊണ്ടുപോട്ടെ, എന്താ കുഴപ്പം, നമ്മൾ പുറത്ത് വെച്ചിട്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ട്രീറ്റ്മെൻറ്റ് മുഴുവൻ നടക്കുന്ന ആസ്ട്രൽ ബോഡിയിലാണ്. ഒരു കിഡ്നിയെ മാറ്റി വെച്ചിട്ടുള്ളൂ. ഇത് ആത്മീയതയുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ആത്മീയതയിൽ ഇല്ല എന്ന് പറയുന്ന ആൾ നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കാര്യമില്ല, എനിക്കിങ്ങനെ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ചരക ശുശ്രുത ഗുരുക്കന്മാർ കൊണ്ടുപോയിരുന്നു, ആസ്ട്രൽ ലോകത്ത് കൊണ്ടുപോയി. അവിടെയാണ് സ്കാനിങ് ചെയ്തതും അവിടെയാണ് മനസ്സിലാക്കിയതും അവരാണ് പറഞ്ഞത്. നമ്മളുടെ എക്സ്പെരിമെൻറ്റ് നടക്കുന്നുണ്ട് പൈസ ചിലവില്ലാത്ത മറ്റൊരു ലോകത്ത്. ഇന്ന് കാലാവസ്ഥ വന്നേക്കണ പോക്ക് നോക്കും, മനുഷ്യനെല്ലാം AC ഇട്ടിട്ട് പെരയ്ക്കകത്ത് കയറിയിരിക്കുക. പക്ഷേ ഇത് പഠിക്കാൻ ആരും മന്നില്ല, വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാനേ ഉള്ളൂ. എത്ര കാലമായിട്ടൊരാളിങ്ങനെ പറയുക, എന്നെ പഠിക്കാനോ ആളുകൾക്കെടുത്ത് ഇല്ലേ? എന്തെല്ലാം കാര്യത്തിൽ എന്നെ വേണമെങ്കിൽ ഓരോ വിഷയത്തിലും എന്നെ പഠിക്കാം, ഞാൻ പറഞ്ഞു തരും. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ സൂര്യനിൽ പോകും, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ ചന്ദ്രങ്ങളിൽ പോകും, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രഹ്മം എന്താണെന്നൊന്ന് തൊട്ട് ആസ്വദിച്ചിട്ടൊക്കെ തിരിച്ചു വരും. ബ്രഹ്മത്തിൽ നിങ്ങൾക്ക് ബൈബിളിനെ കാണാൻ പറ്റും, ബൈബിളിനകത്ത് ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. മെഡിറ്റേഷനിൽ ഒരു ദിവസം കുട്ടിയുടെ അച്ഛനോട് പറയുകയാണ്, എന്നോടല്ല, അച്ഛനോട് അറിയിക്കുകയാണ്, കുട്ടിക്ക് ഇങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കൊച്ചിൻ്റെ തല മൊട്ടയടിക്കുന്നു. അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയി തല മൊട്ടയടിച്ചു. കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ അച്ഛൻ തന്നെ തല മൊട്ടയടിച്ചു, എല്ലാം റെഡിയാക്കി നിർത്തിയേക്കാണ്. അടുത്ത ദിവസം അതിൻ്റെ പിന്നത്തെ ദിവസം മെഡിറ്റേഷനിലായിട്ട് ഓരോ പ്രൊസീജിയറിൽ കൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. ഒരു ദിവസം മെഡിറ്റേഷനിലിരിക്കുമ്പോൾ കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടി അനുഭവിക്കണം. കുട്ടിയുടെ അച്ഛൻ CCTV കാണുന്നത് പോലെ ധ്യാനത്തിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും അച്ഛൻ അറിയുന്നുണ്ട്. അച്ഛന് ഈ കുട്ടിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഇഞ്ചക്ഷന് കുറേ മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു, ഓരോന്നും ഡേറ്റ് വൈസ് എഴുതി ഇങ്ങനെ വച്ചിട്ടുണ്ട്, കുട്ടിയുടെ മുട്ടയടിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊടുക്കേണ്ട മരുന്ന് ഇഞ്ചക്ഷൻ ഇന്നതാണ്, ഇതെല്ലാം നമ്മളെ അറിയിക്കുകയാണ്. ആരാണ്? ചരക ശുശ്രുത ഗുരുക്കന്മാരും ശ്രീനാരായണ ഗുരുദേവനും ഞാനും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന മരുന്നുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്കെടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുട്ടിയുടെ പ്രൊസീജിയറിൽ കൂടെ പോവുകയാണ്. ഒരു കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ആരുടെയാണെങ്കിൽ ശരീരത്തിൽ നീരുണ്ടാവും. കുട്ടിയുടെ ശരീരം മുഴുവൻ നീരായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കുട്ടിയെ നമുക്ക് വിശ്വാസമുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഇല്ലേ? എന്താണ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എക്യുപ്മെൻ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് അയ്യോ ഇത് സീരിയസ് ആണ്, പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി വളരെ സന്തോഷമായിട്ട് പതുക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കൊച്ചിനൊന്ന് ഇന്ന ചെക്കപ്പുകൾ ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സഡേഷൻ കൊടുക്കണം. അപ്പോൾ സഡേഷൻ കൊടുക്കാൻ കുട്ടിയുടെ അച്ഛന് താല്പര്യമില്ല. കാരണം ഒരു കെമിക്കൽ ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. ഈ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നിന്നു പോയാൽ പണി തീർന്നു. ഇത് മോഡേൺ സയൻസിനോട് പറഞ്ഞ് ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. അപ്പോൾ രാവിലെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വൈകുന്നേരം ആവുന്നവരെ ഇതിൻ്റെ ഡിസ്കഷനിൽ പോയിക്കൊണ്ടിരിക്കുക. ആരോടാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത്? ഇതിലറിവുള്ള ആൾ എത്ര പേരുണ്ട് ഇവിടെ? ഞാനൊരാളേ ഉള്ളൂ. ഞാൻ കുട്ടിയുടെ അച്ഛനോടും അമ്മോടും പറഞ്ഞ് കൺവിൻസ് ചെയ്തു, നമ്മൾ മെഡിക്കൽ സിസ്റ്റത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്യണം. കാരണം നാളെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇരിക്കുന്ന സമൂഹം മുഴുവൻ എനിക്ക് നേരെ തിരിയും. ഒരു കുട്ടിയുടെ മുകളിൽ പരീക്ഷ നടത്തി കൊന്നുകളഞ്ഞല്ലേ? അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. അങ്ങനെ അവരോട് നിർബന്ധിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർ ഇവിടെ അമൃതയിൽ കൊണ്ടുപോകാൻ തയ്യാറായി. അപ്പോൾ വീണ്ടും അവർക്ക് സംശയമായി, അവിടെ ചെന്നാൽ കൊച്ചിന് സഡേഷൻ കൊടുക്കൂലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങളവിടെ ചെല്ല്, പ്രപഞ്ചമല്ലേ തീരുമാനിക്കണത്, നമ്മളാണോ? ഇവിടെ നമുക്ക് തീരുമാനിക്കാൻ ഒന്നും കയ്യിലില്ല. നിങ്ങളവിടെ ചെല്ല്, കൊച്ചിന് സഡേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അടുത്ത വഴി കൂടെ വിട്ടോളൂ, നിങ്ങൾ നിസ്വാർത്ഥരായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ എല്ലാ സാധനവും താഴെ കിടക്കും. കുട്ടി മരണത്തെ മല്ലിട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ എക്സാക്ട്ലി മെഡിക്കൽ അസ്ട്രോളജി അനുസരിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഞാൻ ഒരു സിസ്റ്റത്തിൽ കൂടെ അല്ല പോണത്. എനിക്ക് ആത്മീയതയിൽ ഏതെല്ലാം സിസ്റ്റം അറിയാവോ അതിനെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ മെഡിക്കൽ അസ്ട്രോളജി അനുസരിച്ച് ഇന്നലെ എന്ന് പറയുന്ന ദിവസം 20-ാം തീയതി വരെയുള്ള ദിവസം, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയുള്ള ദിവസം ആ കുട്ടി മരണത്തെ അഭിമുഖീകരിക്കുമെന്ന് വ്യക്തമായിട്ട് അതിലുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഒരു സംശയമില്ല. 2 ഓപ്ഷനേ എൻ്റെ മുന്നിലുള്ളൂ. ഒന്നുകിൽ കുട്ടി ഈ ട്രീറ്റ്മെൻറ്റിലൂടെ രക്ഷപ്പെട്ടു വരും, അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി സമാധിയായി പോകും. നമുക്കത് കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഞാൻ ഏകദേശം എല്ലാ ദിവസവും 10-12 കുട്ടികളെ ഇവിടെ കൺസൾട്ട് ചെയ്യണതാണ്. ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിലുള്ള ഇതിനു മുമ്പ് 2 കേസേ വന്നിട്ടുള്ളൂ. ഇത് 3-ാമത്തെ കേസാണ്. ഇതിന് മുമ്പുണ്ടായത് എന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ കേസ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയില്ല. വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. വെയിനെല്ലാം കൊളാപ്സായി കിടക്കുകയാണ്. കുട്ടിയുടെ ഞരമ്പ് പോലും കിട്ടണില്ല. വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവരുടെ കുറച്ച് ആശങ്ക വന്നു. ഉടനെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട, ഇത് സ്വാഭാവികമാണ്. കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നീരായിരിക്കും. അവരാ പ്രൊസീജിയർ പോകുന്നതിന് മുമ്പ് ബോഡിയിൽ കത്തീഡ്രലിട്ടിട്ടുണ്ടാവും. സോ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് അവർ മിക്കവാറും കഴുത്തിലോ എവിടെയാണോ വെയിൻ കിട്ടുന്നത് അവരെന്തെങ്കിലും ചെയ്തോളൂ. ഡോക്ടേഴ്സല്ലേ, അവർക്കറിയാലോ. നിങ്ങൾ വെയിറ്റ് ചെയ്യേ, അതേ പറ്റുള്ളൂ. പ്രപഞ്ചത്തിന് വിശ്വസിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ പറയുമ്പോൾ അവർ വിശ്വസിക്കും. വീണ്ടും മെഡിക്കൽ സയൻസ് പറയുമ്പോൾ അവർ കരയും. എന്താണെങ്കിലും അവർ കൊണ്ടുപോയി ICUയിലേക്ക് കൊണ്ടുപോകാമെന്നു വീണ്ടും എന്നെ വിളിച്ചു. ഗുരുജി അവർ ICUയിലേക്ക് കൊണ്ടുപോട്ടെ, എന്താ കുഴപ്പം, നമ്മൾ പുറത്ത് വെച്ചിട്ടിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ ICU കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കൊച്ചിന് പനിയായപ്പോൾ പിന്നെ കൊച്ചിന് സഡേഷൻ കൊടുക്കാൻ പറ്റില്ല. അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് അവർ മാറ്റി. കുട്ടി ഒബ്സർവേഷനിലിടാനേ പറ്റുള്ളൂ, ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ആവുന്നവരെ. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് സഡേഷൻ കൊടുക്കേണ്ടി വന്നില്ല. നീര് കുറഞ്ഞു. ഇന്ന് ആ കൊച്ചിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം നീരുണ്ട്, പകുതി ഭാഗം നീരില്ല. ഇതിനർത്ഥം എന്താ? അതാ ചോദിക്കണേ, ഇതിനർത്ഥം എന്താ? നമ്മുടെ ബോഡി ക്രോസ് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്, ഇല്ലേ? ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബോഡീനെ, റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബോഡീനെ. ട്രീറ്റ്മെൻറ്റ് മുഴുവൻ നടക്കുന്ന ആസ്ട്രൽ ബോഡിയിലാണ്. ഒരു കിഡ്നിയെ മാറ്റി വെച്ചിട്ടുള്ളൂ. ആ ഒരു കിഡ്നിയുടെ റിഫ്ലക്ഷൻ ശരീരത്തിൻ്റെ പകുതി ഭാഗത്ത് ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയത്തെ ഭാഗത്തേക്ക് അത് മാറി വരും, പതിയെ വരുള്ളൂ. നോർമൽ നമ്മൾ സയൻസിൽ പഠിച്ചേക്കണം അങ്ങനെയല്ല. ഒരു കിഡ്നി മാറ്റി വെച്ചാൽ ശരീരത്തിന് മുഴുവനും ഉണ്ടല്ലേ. ഇത് ആത്മീയതയുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഇനി കുട്ടി അത് പതുക്കെ നോർമലായി വരും. ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ഇഞ്ചക്ഷനും എല്ലാ മരുന്നിൻ്റെ പേരും കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനല്ല, എനിക്കല്ല ബോധ്യപ്പെടേണ്ടത്, വെളിയിലുള്ള സമൂഹമാണ് ബോധ്യപ്പെടേണ്ടത്, അല്ലേ? ആ കുട്ടിയുടെ അച്ഛന് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടില്ല. ആ കുട്ടിക്ക് ഇതേപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താ കിട്ടണത്? ഒന്നും കിട്ടില്ല. അവർ പക്ഷേ ആത്മീയതയിൽ അത്രമാത്രം വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഇത് ആത്മീയതയിൽ ഇല്ല എന്ന് പറയുന്ന ആൾ നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കാര്യമില്ല. അസുഖം വരുമ്പോൾ വരേണ്ട സ്ഥലം ആശുപത്രിയാണ്, ആത്മീയ ഗുരുവിൻ്റെ അടുത്തല്ല. ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് വരേണ്ടത് നേരത്തെയാണ്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് വരണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ അവരെ കൊണ്ട് ആസ്ട്രൽ ട്രാവലിംഗ് ചെയ്യുമ്പോൾ അവരെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. ഞാനല്ല, അവർ തന്നെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവരാണ് എൻ്റെ അടുത്ത് പറയുള്ളൂ, ഗുരുജി എനിക്കിങ്ങനെ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ചരക ശുശ്രുത ഗുരുക്കന്മാർ കൊണ്ടുപോയിരുന്നു, ആസ്ട്രൽ ലോകത്ത് കൊണ്ടുപോയി. അവിടെയാണ് സ്കാനിങ് ചെയ്തതും അവിടെയാണ് മനസ്സിലാക്കിയതും അവരാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു. ശ്രീനാരായണ ഗുരു എന്താ ഇതാ പണി? നമ്മളുടെ എക്സ്പെരിമെൻ്റ് നടക്കുന്നുണ്ട്. പൈസ ചിലവില്ലാത്ത മറ്റൊരു ലോകത്ത് ധ്യാനത്തിലൂടെ പോയി നമ്മുടെ റിസർച്ച് നല്ല ഭംഗിയായി പോകുന്നുണ്ട്. ഇത് ലോകം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. ഇതാര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമല്ലല്ലോ. നമ്മളതിനെ ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു കാര്യം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷാൽ ഉള്ള ഒരു ശ്വാസഗതി, അല്ലേ? ആ ശ്വാസം പോലും നമുക്കില്ല. സാധാരണ എല്ലാവരും വലിക്കുന്ന ശ്വാസമല്ല നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ശ്വാസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ ഒരു ശ്വാസം പോലും ഇവിടെ ഇല്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ?
ശ്വാസം എന്നല്ലേ നമ്മൾ എപ്പോഴും പറയണത്. അത് വിശേഷാൽ ഉള്ളൊരു പ്രത്യേക തരം ശ്വാസമാണത്. ആ ശ്വാസം ഇല്ലാത്തവൻ ഞാൻ വിശ്വാസിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ ഈ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ശവക്കരയിൽ നിന്ന് നടക്കണവൻ തോന്നിവാസം ശ്വസിച്ചുകൊണ്ട് നടക്കുക. അതിനൊരു താളമില്ല, ഗതിയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. അവന് വിശേഷാലുള്ള ശ്വാസം ഉണ്ടോ അവന്? നിങ്ങൾ ഓരോ കാര്യം എടുക്കുമ്പോൾ അതിനകത്ത് പ്രോബ്ലം കെടുക്കുക, ബേസ് ശരിയല്ല. വിശേഷാൽ ശ്വാസം ഇല്ലല്ലോ. എല്ലാവരും ശ്വസിക്കണത് എന്താ? ചുമ്മാ ശ്വസിച്ചു വിട്ടുകൊണ്ടിരിക്കുക. ആ ശ്വാസം കൊണ്ട് ഒന്നും നടക്കില്ല. വിശേഷാലുള്ള ശ്വാസം വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസത്തിൽ എന്താണോ അറിയേണ്ടത് അതറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുണ്ടോ? ഇല്ല. സാധാരണ ശ്വാസഗതിയിൽ നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്? സാധാരണ കാര്യങ്ങൾ അറിയാം. ഇനി നിങ്ങൾ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വിശേഷാലുള്ള ശ്വാസത്തിൻ്റെ ഗതി ഉണ്ടായിരിക്കണം, വേണ്ടേ? അപ്പോഴാണ് നിങ്ങൾ വിശ്വാസിയുടെ ഫലത്തിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ വിശ്വാസി എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വിശേഷാലുള്ള ശ്വാസഗതി കിട്ടിയിട്ടില്ല എന്ന്. നിങ്ങൾ പോലീസാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പോലീസിൻ്റേതായിട്ടുള്ള ബാഡ്ജ് വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കുന്ന കടലാസ് കയ്യിൽ വേണം. ഞാൻ പോലീസാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നൂല ഞാൻ പോലീസാണെന്ന് പറയാൻ ശരിയാവും. ഇതുപോലെയാണ് നമ്മൾ വിശ്വാസി എന്ന് പറയുന്നത്. നിങ്ങളെ ആരും അംഗീകരിച്ചിട്ടില്ല, പ്രപഞ്ചം പോലും അംഗീകരിച്ചിട്ടില്ല വിശ്വാസിയാണെന്ന്. നിങ്ങൾ ചിലപ്പോൾ ദിവസത്തിൽ 10 പ്രാവശ്യം പള്ളിയിൽ പോകണ്ടാവും, 15 പ്രാവശ്യം അമ്പലത്തിൽ പോകണ്ടാവും. നിങ്ങൾ വിശ്വാസിയല്ല. ആ വിശേഷാലുള്ള ശ്വാസത്തിൻ്റെ ഗതി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ പറയണ്ട. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസിയുടേതായിട്ടുള്ള അനുഭവ തലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ അനുഭവ തലം നിങ്ങൾക്ക് നേരിടുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല. നിങ്ങൾ എന്തോ കോപ്രായം കാണിച്ച് നടക്കുന്നു മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നും പറയണ, എത്രയോ വർഷം മുമ്പോട്ട് പറയണു, നമ്മൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാണ്ട് നമ്മൾ ആത്മീയതയിൽ പ്രവേശിച്ചാൽ നമുക്കൊന്നും കിട്ടൂല. ഞാൻ ഈ സയൻസിനെയും ആത്മീയതയും തമ്മിലൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എൻ്റെ ലാഭത്തിനല്ല. ഈ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ആത്മീയത ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ആത്മീയത വന്നാലേ എനിക്ക് ആ സമാധാനത്തിൻ്റെ ഭാഗമാവാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. എനിക്കല്ലാണ്ട് ഒരു ആഗ്രഹമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യണം, എനിക്ക് കിട്ടിയില്ലേ ഞാൻ സമാധിയായി പോകുന്നു. അപ്പോൾ എന്തു പറയും ആളുകൾ? ഞാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ ഭയങ്കര ദുഷ്ടനാട്ടോ, ഇത്രയും വലിയ അനുഭവം കിട്ടിയിട്ട് അയാൾ സമാധി ആവണമെന്ന് 10 പേരെ പഠിപ്പിച്ചിട്ട് പോകാൻ പാടില്ലെന്ന് ചോദിക്കും. ഇല്ലേ? 10 പേരെ പഠിപ്പിക്കുമ്പോൾ എന്തു പറയും? ഇയാൾ കാശുണ്ടാക്കാൻ വേണ്ടി കിടക്കുക, അയാൾക്ക് പഠിച്ചിട്ട് വല്ലയിടത്തും മണ്ടാണ്ടിരുന്നാൽ പോരെ. എന്ത് ചെയ്താലും ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒരു തരത്തിലും സമൂഹത്തിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് കാലാവസ്ഥ വന്നേക്കണ പോക്ക് നോക്ക്. മനുഷ്യനെല്ലാം AC ഇട്ടിട്ട് പെരയ്ക്കകത്ത് കയറിയിരിക്കുക, ഒരു ടെക്നോളജി ഉപയോഗിച്ച്. ഇവർക്കൊന്നും സമാധാനം ഇല്ലാണ്ടായി, പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് നടന്ന് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ പോകാം. എവിടെ നിന്ന്? ആലുവയിൽ നിന്ന് ഓടയ്ക്കാലി വരെ ഞാൻ നടന്ന് റോട്ടിലൂടെ പോകാം. എന്നെ ചൂട് ബാധിക്കില്ല. എനിക്കൊരു AC വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പക്ഷെ ഞാൻ AC ഉള്ളിടത്ത് ഇരിക്കും, AC ഞാൻ ഉപയോഗിക്കും. AC എനിക്ക് ഇഷ്ടക്കുറവില്ല, AC വിരോധമില്ല, AC എനിക്ക് ഇഷ്ടവുമാണ്. ഞാൻ പറഞ്ഞത് ഈ ചൂടിൻ്റെ കാലാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ സർക്കാർ പറഞ്ഞിരിക്കുന്നു വെളിയിലിറങ്ങരുതെന്നാണ്. എന്തിനാണ് വെളിയിലിറങ്ങരുതെന്ന് പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഈ ഇത്തരം കാര്യത്തിൽ നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്യേ, ബേസിക് ചില കാര്യങ്ങളിൽ നിങ്ങൾ പിടിച്ച് എന്നെ ടെസ്റ്റ് ചെയ്യേ. ഞാൻ വെയിലത്തെ കൂടെ പോവാം, പൊള്ളലേക്കണ്ടോ എന്ന് നോക്ക്. ഇങ്ങനെ ഒന്നേന്ന് തൊട്ട് ഓരോന്ന് എൻ്റെ പിന്നാലെ നടന്ന് പഠിക്കുക. പക്ഷേ ഇത് പഠിക്കാൻ ആരും മന്നില്ല, വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാനേ ഉള്ളൂ. എത്ര കാലമായിട്ടൊരാളിങ്ങനെ പറയുക, എന്നെ പഠിക്കാനോ ആളുകൾക്കെടുത്ത് ഇല്ലേ? എന്തെല്ലാം കാര്യത്തിൽ എന്നെ വേണമെങ്കിൽ ഓരോ വിഷയത്തിലും എന്നെ പഠിക്കാം. ഈ പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് നോക്കാം. ഒരു ദിവസം ധ്യാനിക്കാൻ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കാം, നോക്കിക്കൂടെ? ഇനി വേറൊരാൾക്കൊരു കാര്യം, ഈ പുള്ളി പറയുന്നത് സൂര്യനിൽ പോകാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് പോകാൻ പറ്റുമെന്ന്. ഇല്ല. എന്നാൽ നേരെ മറിച്ച് ഞാനിവിടെ ഒരു ബാർ ഉണ്ടാക്കി വെക്കട്ടെ, എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്മോൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദേവലോകത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കും ആൾക്കാർ. ശരിയല്ലേ? ഇതാണ് മനുഷ്യൻ്റെ വ്യത്യാസം. ഇത് അതിലും പെട്ടെന്നല്ലേ നേടാമെന്ന് പറയണത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ആളുകൾക്ക്
സയൻസിനെ വച്ചിട്ട് ഇപ്പം കള്ള് എന്ന് പറയുന്ന സാധനം സയൻസാണ് അല്ലേ? അത് ആത്മീയതയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സാധനമൊന്നുമല്ല. ആത്മീയതയിലുള്ള സാധനം എന്ന് പറയുന്നത് സോമരസം. ഈ സോമരസം തൂട്ടാ പിന്നെ വാറ്റണത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് സോമരസം എന്ന് പറഞ്ഞ വാറ്റണ സാധനമാണ്. അതൊന്നുമല്ല. സോമം എന്താണെന്ന് അറിഞ്ഞാൽ മതി സോമരസം എന്താണെന്നറിയാം. എല്ലാത്തിനും ഉത്തരം പറഞ്ഞൊന്നും നല്ല രസമൊന്നും ഉണ്ടാവില്ല. സോമം എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പറയും സോമരസം എന്താണെന്നുള്ളത്. അർത്ഥങ്ങളെ വാക്കുകളെ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ചു കൊണ്ടുപോയി അന്യർത്ഥമാക്കി മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അന്വർത്ഥമാക്കാൻ പാടില്ല. ആ വാക്കിൻ്റെ അർത്ഥത്തെ നമ്മൾ ആസ്വദിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ആത്മീയത അറിയാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സയൻസും ആത്മീയതയും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. എളുപ്പമല്ല, എനിക്കറിയാം. ഒരു വലിയ ചലഞ്ചാണ് ഏറ്റെടുത്തേക്കണത്. ഹിമാലയം ഒരാളെ കൊണ്ടാണ് എനിക്ക് എളുപ്പമാണ്. ഞാനിവിടെ വണ്ടി എടുത്ത് ഹിമാലയം ഫ്രീ ടിക്കറ്റ് ഹിമാലയം എന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ കയറും. ചാപ്പാടും കള്ളും ഫ്രീയും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഹിമാലയം വരെ വന്നേച്ച് തിരിച്ചു വന്നോളൂ. പക്ഷേ ദേവലോകം എന്ന് പറഞ്ഞ് വണ്ടി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നോ, വരില്ല ആരും. കാരണം അങ്ങോട്ട് പോകാൻ ശവക്കറി കിട്ടൂല, ഇങ്ങോട്ട് പോകാൻ ഈ പറയുന്ന സോമരസം കിട്ടും കേട്ടോ. അങ്ങോട്ട് പോകാൻ മറ്റേ മദിരാശിയോ മറ്റുള്ള സാധനങ്ങളോ ഇതൊന്നും കിട്ടില്ല. അച്ചടക്കമുള്ള നിഷ്ഠയോടു കൂടിയുള്ള ജീവിതം വേണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായത് പറയാം. ഈ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും 1000 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്ന് എയർ ഹോസ്റ്റസ് പറഞ്ഞു തരും നിങ്ങളിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നില്ലേ. അവിടെ ഒരു ജാടക്കൂട്ടൻ ഇരിപ്പുണ്ടാകും. ആ കൂട്ടൻ പറയും ഞാനിത് പല പ്രാവശ്യം കേട്ടേക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അവർ പറയാം കൂടുതൽ അഭ്യാസം കാണിച്ചു, അതിനെ അറസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് പോയി. എന്ത് ഗുണമുണ്ടായി? ഇതുപോലെയാണ് ആത്മീയത. നിങ്ങൾ അഭ്യാസം കാണിച്ചുകൊണ്ട് ആത്മീയതയിലൊന്നും ഇതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല, അങ്ങോട്ട് കടത്തിക്കൊണ്ടേ പോകില്ല. ഇങ്ങനെ ഉപദേശിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇടണ്ടേന്ന് പറയണോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണെന്നുള്ളത്. എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഞാൻ ആ നിയമങ്ങളെ വളരെ നിഷ്ഠയോടുകൂടി പാലിക്കണമെന്നും പറയും, ശകാരിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആ പാതയിലൂടെ വന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷെ ഇവിടെ എയർ ഹോസ്റ്റസിന് പുള്ളീനെ ശകാരിക്കാൻ പറ്റില്ല, ശാസിക്കാൻ പറ്റില്ല. വളരെ പൊളൈറ്റോടുകൂടി ചോദിക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ, ക്യാൻ ഐ, കുഡ് യു പ്ലീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളിക്കാരി അവിടുത്തെ സ്റ്റാഫും അത് ക്ലയൻറ്റുമാണ്. പരിധി വിട്ടു, പുള്ളി LOC ക്രോസ് ചെയ്തു. അപ്പോൾ എന്തു പറ്റി? ഒരു കോള് വന്നു, പോക്കി എടുത്തുകൊണ്ട് പോയി. ഇനി അതിന് എന്തു കൊണ്ടുപോയിട്ട് കാണിക്കുന്നുള്ളൂ നമുക്കറിയാം. അവൻ്റെ ജാടക്കൂട്ടൻ്റെ പരിപാടി തീർന്നില്ലേ? ആത്മീയതയിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. നോ ക്വസ്റ്റ്യൻ നോ ആൻസർ. ഞാൻ പറഞ്ഞു തരും. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ സൂര്യനിൽ പോകും, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ ചന്ദ്രങ്ങളിൽ പോകും, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രഹ്മം എന്താണെന്നൊന്ന് തൊട്ട് ആസ്വദിച്ചിട്ടൊക്കെ തിരിച്ചു വരാം. ആശ്രലോകത്ത് പോകാം. ഇവിടെ നമ്മളിരുന്നുകൊണ്ട് ആത്മീയതയെ സയൻസ് വെച്ചിട്ട് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ അടുത്ത് പണ്ടൊരാൾ വന്നിരുന്നു, ബൈബിളിൽ ആത്മീയത കാണണമെന്നും പറഞ്ഞു. ബൈബിളിൽ ഞാൻ ആത്മീയത കാണിച്ചു കൊടുക്കാം, പ്രശ്നമില്ല. ഈ ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റും? നോ, സ്കോപ്പില്ല എന്ന് പറഞ്ഞു. അതെന്താ? ബ്രഹ്മത്തിൽ നിങ്ങൾക്ക് ബൈബിളിനെ കാണാൻ പറ്റും, ബൈബിളിനകത്ത് ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ?